ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് ബാത്തിൽ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇപ്പം ഞാനും അനുശ്രീയും കൂടി ബോൾട്ടിൽ ഞങ്ങൾ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. 10 മണിക്ക് എന്തോ ആണ് നമ്മുടെ ബസ് വരുന്നത് ബാത്തിലേക്കുള്ള. നമ്മൾ ഈ ബസ്സാട്ടോ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലോ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ ബസ് സ്റ്റേഷനിലെത്തി. അപ്പൊ നമ്മൾ ബസ് കയറാൻ നിൽക്കുകയാണ്. നമ്മളിപ്പോ ബസ്സിൽ കയറി. ഞാനും ഷിഫാനയും അഞ്ജനയും യാസിത മൂല കഴിക്കുന്നുണ്ട്. സോ യെസ്, ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി ബാത്തിലെത്തി. നമ്മൾ ബാത്തിന്റെ തെരുവ് വീതികളിലൂടെ ഞാൻ നടക്കുകയാണ്. നമ്മൾ ഒരു ബ്രിഡ്ജ് കാണാൻ പോവാണ്. ലൊക്കേഷന്റെ പേര് ഷിഫാനക്കരയാണ്. ഷിഫാന, നമ്മളെങ്ങോട്ടാ പോന്നെ? നല്ല വെയിലും നല്ലൊരു ക്ലൈമറ്റ് ആണ്. നമ്മള് ഗൂഗിൾ മാപ്പ് വെച്ച് ലീഡ് ചെയ്തത് ഷിഫാനയാണ്. നമ്മളങ്ങോട്ടാ പോകുന്നത്? നമ്മൾ അങ്ങോട്ടാണ് കേസ് പോകുന്നത്. എനിക്ക് അവിടെ അറിഞ്ഞില്ല. ഞാൻ ഷിഫാനയുടെ പറയാൻ പോകുന്നത് ഒരു വട്ടം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഗായ്സ്, അപ്പൊ നമ്മള് തിരിച്ച് നല്ലൊരു ശാന്ത സുന്ദരമായ ഒരു സ്ഥലത്തിരിക്കുവാണ്. ആക്ച്വലി നമ്മളിവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ബ്രിഡ്ജിലാണ് പോയത്. പ്രത്യേകിച്ച് അടിപൊളി എന്ന് പറയാൻ ഒന്നുമില്ല. ലൈക്ക് ജസ്റ്റ് ഒരു വാട്ടർ ബോഡിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മള് ഇപ്പൊ ഇരിക്കുന്ന പാർക്കിലാണ് വന്നത്. ഇതെന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് പാർക്കാണ്. 2.50 ആണ് പെർ ഹെഡ് ഇവിടുത്തെ ചാർജ്. ലൈക്ക് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ വാലിഡ് ആണ്. നമ്മൾ എവിടെ പോയാലും നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഈ പാർക്കിൽ വന്ന് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മഗ്ഡിയിൽ പോയി. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ കഴിച്ചത്? മിൽക്ക് ഷേക്ക് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, ബർഗർ, ചിക്കൻ നഗറ്റ്സ്, കോള, സ്പ്രൈറ്റ്, പിന്നെ നമുക്ക് 2 ഫ്രീ ക്ലൂറി കിട്ടി. അതെ, ആക്ച്വലി നമ്മൾ ബാത്ത് വന്നിട്ട് സൺ ബാത്ത് ചെയ്യാണ് ഗൈസ്. ഇത് നമ്മുടെ നാട്ടില് ചാരുകസേര എന്ന് പറയും. അതെ, നമ്മൾ വിചാരിച്ച ഇവിടുത്തെ ഉള്ളവര് സൺ ബാത്ത് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടതായിരിക്കുമെന്ന് വിചാരിച്ചാണ്. ഇത് നമ്മൾ നടന്നു വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈവനിങ് വന്നിരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ നമുക്ക് എത്ര വെയിലത്തിരുന്നാലും നമുക്ക് അത്ര ചൂടില്ല. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മള് മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീമും കാര്യങ്ങളും ലിപ് ബാമും അതൊക്കെ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. സ്റ്റിൽ നമുക്കിങ്ങനെ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ അത്രയും തണുത്ത കാറ്റാണ്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഊട്ടിയിലും മൂന്നാറിലൊക്കെ പോയിരുന്നെങ്കിൽ അവിടത്തേനൊക്കെ തണുപ്പാണ്. ഇപ്പോൾ അറൗണ്ട് ഇവിടെ 10 ഡിഗ്രി ആണെങ്കിലും നമുക്ക് ഫീൽസ് ലൈക്ക് 5 ഒക്കെയാണ് ഇവിടെ വരുന്നത്.
അപ്പൊ ഇവിടെ 2 o'clock മഴയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് മഴ പെയ്തില്ല, ഭാഗ്യാണ്. ഇനിയിപ്പോ സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ എങ്ങനെ നോക്കിയാലും നല്ല ഫ്ലവേഴ്സും നല്ല ബ്ലൂം ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാം. നമ്മൾ മെയിൻലി ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാർക്കിൽ എടുക്കാൻ തോന്നുന്നത്. അപ്പൊ ലൈറ്റിന്റെ ഇഷ്യൂ, ലൈറ്റ് അപ്പൊ നിങ്ങളെ ഞങ്ങളെ കാണുമ്പോഴും നമ്മുടെ ഫേസ് എങ്ങനെയായിരിക്കും നമ്മുടെ അറിയില്ല, നമ്മളൊരു ഗിംബിളിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇഷ്യൂസും കാണും. ഇതിലാണ് നമ്മളോട് എന്നുള്ളത് എന്റെ വൈഫ് ഷിഫാനയുടെ ഹസ്ബൻഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും എന്റെ വ്ളോഗിൽ കാണുന്നേ. പുള്ളിക്കാരിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്. നമുക്ക് 2 ഓപ്ഷൻസ് ആണ് നമ്മൾ വരുന്നത്. 2 ടോപ്പിക് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന്, നമുക്ക് ഓൺലൈൻ എങ്ങനെ മാരേജ് ചെയ്യാം നാട്ടിൽ നിന്ന്. രണ്ടാമത് അങ്ങനെ വന്ന ഒരാളാണിത്. എങ്ങനെ NHS-ലേക്ക് നമുക്ക് ഈസിലി 1 മന്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ജോബിൽ കയറാം എന്നുള്ള 2 ടോപ്പിക് നമ്മൾ വരുന്നു. ഇതിങ്ങനെ കുലിക്കാൻ മതി. കുലുക്കി കഴിഞ്ഞാൽ അങ്ങനെ പൂ വരും, കണ്ടില്ലേ? നാട്ടുകാർ തെറി പറയും, അതുകൊണ്ട് നമുക്ക് വേണ്ട. കാരണം ഇത്രയും ഭംഗിയുള്ള പൂക്കൾ നല്ല രസാ.